പ്രിയ സുഹൃത്തുക്കളെ, തുറന്ന പുസ്തകം ഗ്രൂപ്പിൻ്റെ ലൈഫ് ടിപ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഒരിക്കൽ ഞാനും ഭാര്യയും കൂടെ ഒരു പന്തയം വെക്കാൻ തീരുമാനിച്ചു. എത്ര ദിവസം പരസ്പരം ശബ്ദം കേൾക്കാനാവാതെ പിരിഞ്ഞിരിക്കാനാകും? ആദ്യം ആര് വിളിക്കുന്നുവോ അയാൾ പന്തയത്തിൽ തോൽക്കും എന്നതായിരുന്നു. വെറും ഒരു പന്തയത്തിനപ്പുറത്ത് പലതും അതിലൊളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. ഒരാൾക്ക് മറ്റൊരാളുടെ സാന്നിധ്യം എത്രമാത്രം പ്രിയപ്പെട്ടതാണെന്ന് അറിയുകയും ചെയ്യാം. കഴിഞ്ഞ 5 വർഷത്തോളമായി ഞങ്ങൾ ഇതുവരെ ഒരു ദിവസം പോലും സംസാരിക്കാതിരുന്നിട്ടില്ല. ദിവസവും ഇങ്ങ് ദുബായിൽ നിന്ന് പൈസ മുടക്കി വിളിച്ചിരുന്നത് അവളെപ്പോഴും അടുത്തുണ്ടെന്ന തോന്നൽ ഉണ്ടാവാൻ വേണ്ടിയായിരുന്നു. അങ്ങനെ പന്തയം തുടങ്ങാനായി ഞാൻ അവളെ ഫോണിൽ വിളിച്ചു. വിഷമത്തോടെയാണെങ്കിലും പന്തയത്തിന് തുടക്കം കുറിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. എന്നാ നമുക്ക് തുടങ്ങാം, ഫോൺ വെക്കട്ടെ, ഞാൻ അവളോട് ചോദിച്ചു. കുറച്ചുനേരം നിശബ്ദയായതിന് ശേഷമാണ് അവളുടെ മറുപടി വന്നത്. ഇത്ര പെട്ടെന്ന് വെക്കണോ? എന്തായാലും പന്തയം തുടങ്ങാൻ പോകുകയല്ലേ, കുറച്ചുകൂടെ കഴിയട്ടെ. അവൾ സങ്കടത്തോടെയാണ് അത് പറഞ്ഞത്. എനിക്കും അത് കേട്ട് വിഷമമായി. അങ്ങനെ ഞങ്ങൾ ഒരുപാട് നേരം സംസാരിച്ചു. അതുവരെ ഇല്ലാത്ത എന്തോ ഒരു സുഖം ആ സംസാരത്തിലൂടെ ഞങ്ങൾക്കനുഭവപ്പെട്ടു. അവസാനം ഫോൺ വയ്ക്കാൻ നേരം എൻ്റെ കണ്ണ് നിറഞ്ഞിരുന്നു. ഫോൺ വെച്ചതിന് ശേഷം എനിക്കെന്തോ വല്ലായ്മ പോലെ തോന്നി. ഇനി റൂമിലിരുന്നാൽ ശരിയാവില്ല. ചിലപ്പോൾ ഇന്ന് തന്നെ ഞാൻ തോൽക്കാൻ സാധ്യതയുണ്ട്. ഉടൻ തന്നെ ഞാൻ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് പോയി. പക്ഷേ അവരോടൊപ്പം രസിച്ചിരിക്കുമ്പോഴും എൻ്റെ കണ്ണുകൾ ഇടയ്ക്കിടെ ഫോണിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരുന്നു. അവൾ വിളിക്കുന്നുണ്ടോ എന്നറിയാൻ. പക്ഷേ അവളുടെ വിളിയൊന്നും കണ്ടില്ല. പിന്നെ ഒന്നിനും ഒരു മൂഡ് തോന്നിയില്ല. കൂട്ടുകാരോടൊപ്പം എത്ര ആഘോഷിക്കാൻ ശ്രമിച്ചിട്ടും പറ്റുന്നില്ല. ഇവൾക്കെന്താ ഒന്ന് വിളിച്ചുകൂടെ? പലപ്പോഴും എനിക്ക് അവളെ വിളിക്കാൻ തോന്നിയെങ്കിലും അപ്പോഴൊക്കെ എന്നിലെ അഹംഭാവം എന്നെ പുറകോട്ട് വലിച്ചുകൊണ്ടിരുന്നു. മനസ്സിന് വല്ലാത്തൊരു കനം പോലെ. അല്ലെങ്കിൽ എന്നും ഉറങ്ങുന്നതിനു മുമ്പ് അവളെ വിളിച്ച് സംസാരിക്കുന്നതായിരുന്നു. ആദ്യമായി അത് മുടങ്ങിയപ്പോൾ വല്ലാത്തൊരു സങ്കടം. അവൾക്കില്ലാത്ത സങ്കടം എനിക്കെന്തിനാ എന്ന് ഞാൻ ആലോചിച്ചെങ്കിലും ഞാൻ അവളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് ആ ഒറ്റ രാത്രി കൊണ്ട് മനസ്സിലായിരുന്നു. വാശിയെങ്കിൽ വാശി, അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ, ഞാൻ ഓർത്തു. അന്ന് ഉറക്കം എന്നതിന് മനസ്സുമായി വലിയ ബന്ധമുണ്ടെന്ന് എനിക്ക് ബോധ്യമായി. എങ്ങനെയോ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കിടന്ന് നേരം വെളുപ്പിച്ചു എന്ന് പറയാം. രാവിലെ കുളി കഴിഞ്ഞ് ജോലിക്ക് പോകാൻ തയ്യാറായി വരുന്ന നേരം ഞാൻ വീണ്ടും മൊബൈലെടുത്തു നോക്കി. എവിടെ ഒരു മിസ് കോൾ പോലുമില്ല. ദുഷ്ട, ഇവൾക്കിത്രയുണ്ടായിരുന്നല്ലേ? അല്ലെങ്കിലും ഈ പെണ്ണുങ്ങളുടെ മനസ്സ് കല്ലുകൊണ്ടാ ഉണ്ടാക്കിയത് എന്ന് പറയുന്നത് വെറുതെയല്ല, ഞാൻ മനസ്സിലോർത്തു. എന്നാ പിന്നെ അവിടെ ഇരിക്കട്ടെ, എൻ്റെ പട്ടി വിളിക്കും. പക്ഷേ ഓഫീസിൽ പോയിട്ടും എനിക്കിരിക്കപ്പൊറുതി കിട്ടിയില്ല. വല്ലാത്തൊരു ടെൻഷൻ. കല്യാണം കഴിഞ്ഞ അന്ന് രാത്രി മുതൽ ഞങ്ങളെടുത്ത തീരുമാനമായിരുന്നു, എത്ര വഴക്കുണ്ടായാലും എത്ര ദൂരെയാണെങ്കിലും ദിവസത്തിൽ ഒരു തവണയെങ്കിലും സംസാരിക്കണം എന്നുള്ളത്. ഇത്രയും നാളും ഞങ്ങളുടെ ബന്ധം ദൃഢമായിരിക്കാൻ കാരണവും അതുതന്നെയാണ്. വഴക്കുണ്ടാവുമ്പോൾ രണ്ടുപേരിലുമുണ്ടാവുന്ന ഈഗോ അല്ലെങ്കിൽ ദേഷ്യം എന്നത് ആ ഒരു വിളിയോടെ തീരുമായിരുന്നു. ആദ്യമായിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പരീക്ഷണം. ഇത് വേണ്ടിയിരുന്നില്ല എന്നെനിക്ക് തോന്നി. ഭാര്യ ഭർതൃബന്ധത്തിനെ ഏറ്റവും ദൃഢമാക്കുന്നത് പരസ്പരമുള്ള വിശ്വാസവും അന്യോന്യം വിട്ടുകൊടുക്കാനുമുള്ള മനസ്സുമാണെന്ന് ഞങ്ങളുടെ ആ തീരുമാനത്തിലൂടെ ഞങ്ങൾ മനസ്സിലാക്കിയതാണ്. അങ്ങനെ ഓഫീസ് കഴിഞ്ഞ് വീട്ടിലെത്തിയ ശേഷം ആകാംക്ഷയോടെ ഞാൻ ഫോണിലേക്ക് വീണ്ടും നോക്കി. ഇല്ല, അവൾ വാശിയിലാണ്. എന്തായാലും തോറ്റേക്കാം. ഇനി എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല.
അവളോട് എനിക്ക് കടുത്ത ദേഷ്യം തോന്നി. വിളിച്ച് 4 ചീത്ത പറയണം ഇങ്ങനെ വിഷമിപ്പിച്ചതിന്. അങ്ങനെ ധൃതിയിൽ ഞാൻ അവളുടെ ഫോണിലേക്ക് വിളിച്ചു. ഫോൺ അപ്പോൾ സ്വിച്ച്ഡ് ഓഫ് ആയിരുന്നു. എൻ്റെ ആധി കൂടി. ഈശ്വര, അവൾക്കെന്തെങ്കിലും സംഭവിച്ചു കാണുമോ? ആ ഭയം എന്നെ വേട്ടയാടാൻ തുടങ്ങി. ഞാൻ ഉടൻ തന്നെ വീട്ടിലെ ലാൻഡ് ഫോണിലേക്ക് വിളിച്ചു. അമ്മയാണ് അപ്പോൾ ഫോൺ എടുത്തത്. ഹലോ അമ്മേ, ചിന്നു എവിടെ? ആഹാ, നിനക്കിപ്പോഴെങ്കിലും വിളിക്കാൻ തോന്നിയല്ലോ. ആ പാവം ഇത്ര നേരം ഫോണിൻ്റെ കീഴെയായിരുന്നു നീ വിളിക്കുന്നതും കാത്ത്. ഇന്നലെ രാത്രി മോളൂട്ടി ഫോൺ നിലത്തെറിഞ്ഞുടച്ചു. അത് നന്നാക്കാൻ കൊടുത്തിരിക്കുക. ഇന്നലെ മുതൽ നീ വിളിക്കുമെന്ന് പറഞ്ഞിരിക്കുകയാ അവൾ. ഒരു പോള കണ്ണടച്ചിട്ടില്ല. ഇപ്പോൾ അങ്ങോട്ട് കുളിക്കാൻ പോയതേയുള്ളൂ. കുറച്ച് കഴിഞ്ഞു വിളിക്ക്. ഫോൺ കട്ടായതും എൻ്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. സന്തോഷമാണോ സങ്കടമാണോ എന്ന് വേർതിരിച്ചറിയാനാവാത്ത ഒരവസ്ഥയിലായിരുന്നു ഞാൻ. ഇങ്ങനെയൊരു ഭാര്യയെ എനിക്ക് തന്നതിന് ദൈവത്തിനോട് ഞാൻ നന്ദി പറഞ്ഞു. എനിക്കൊന്ന് വിളിക്കാമായിരുന്നു. ഇതിപ്പോൾ ആകെ വിഷമമായല്ലോ. എൻ്റെ വിഷമം കൂടുന്നതോടൊപ്പം അവളുടെ ശബ്ദം കേൾക്കാനുള്ള അതിയായ ആഗ്രഹവും വർദ്ധിച്ചിരുന്നു. അല്പസമയത്തിനു ശേഷം ഞാൻ വീണ്ടും വിളിച്ചു. ഫോൺ എടുത്ത് ഞാൻ ഹലോ പറഞ്ഞതും അവൾ തുരുതുരേ സംസാരിക്കാൻ തുടങ്ങി. ഹലോ ഏട്ടാ, എന്തേ ഇത്ര നേരമായിട്ടും വിളിക്കാഞ്ഞത്? ദുഷ്ടൻ, ഞാൻ ഇന്നലെ മുഴുവൻ കാത്തിരിക്കുകയായിരുന്നു. ഇവിടുത്തെ ലാൻഡ് ഫോണിൽ നിന്ന് അവിടേക്ക് വിളിക്കാനും പറ്റില്ലായിരുന്നു. എനിക്കാകെ സങ്കടമായി ഏട്ടാ. പിന്നെ ഞാൻ തോറ്റുട്ടോ ബെറ്റിൽ. ഇന്നലെ ഫോണുണ്ടേൽ ഞാൻ വിളിക്കുമായിരുന്നു. ഇനി ഇങ്ങനെയൊന്നും വേണ്ട. എനിക്കെന്തോ വല്ലാത്തൊരു വിഷമം തോന്നി. എൻ്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. എനിക്കൊന്നും മിണ്ടാൻ കഴിയുന്നില്ലായിരുന്നു. ഹലോ ഏട്ടാ, എന്താ ഒന്നും മിണ്ടാത്തേ? ഒന്നും മിണ്ടോ? എനിക്ക് ആ ശബ്ദം കേൾക്കാൻ കൊതിയാവുന്നു. എൻ്റെ കരച്ചിലിന് ശക്തി കൂടി വന്നു. ഏട്ടാ, ഏട്ടൻ കരയുകയാണോ? ഞാൻ പറഞ്ഞില്ലേ ഞാൻ തോറ്റൂന്ന്. തോറ്റത് ഞാനാ മോളു, നിന്റെ സ്നേഹത്തിനു മുൻപിൽ. എനിക്കറിയില്ലായിരുന്നു എങ്ങനെയാ കഴിഞ്ഞ ദിവസം ഞാൻ കഴിച്ചുകൂട്ടിയതെന്ന്. അത്രക്കിഷ്ടമുണ്ടെന്ന് എനിക്ക് ഇന്നലെയാ മനസ്സിലായത്. ലവ് യു മോളു. ലവ് യു ഏട്ടാ. അങ്ങനെ ഞങ്ങളുടെ ആ വിളി തുടർന്നുകൊണ്ടേയിരുന്നു. 10 വർഷം കഴിഞ്ഞിട്ടും തുടരുന്നു. അവസാന ശ്വാസം വരെ അത് തുടരും. പരസ്പരം സംസാരിച്ചു തീരാവുന്ന പ്രശ്നങ്ങളെ പല കുടുംബത്തിലുമുള്ളൂ. ഇന്നത്തെ ചുറ്റുപാടിൽ പലരും അതിനുള്ള സമയം കണ്ടെത്തുന്നില്ല എന്നതാണ് പ്രശ്നം. നിങ്ങളുടെ ഈഗോ മാറ്റിവെച്ച് എത്ര വലിയ പ്രശ്നമായാലും ദിവസത്തിൽ ഒരു തവണയെങ്കിലും സംസാരിച്ചു നോക്കൂ. മനോഹരമായിരിക്കും നിങ്ങളുടെ ജീവിതം. രചന പ്രവീൺ ചന്ദ്രൻ. എല്ലാവർക്കും നന്മകൾ നേരുന്നു. നന്ദി.